ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ടൗൺ ഹാൾ 15ൻ്റെ ട്രൂപ്സ് വെച്ചിട്ട് ടൗൺ ഹാൾ 16 മാക്സ് നമുക്ക് ഫുൾ സ്റ്റാർ അടിക്കാമെന്നാണ്. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ വാർ ബേസിൽ ഒന്നാമതുള്ള ടൗൺ ഹാൾ 16 മാക്സ്ഡ് ബേസസിന് ഞാൻ 15 ടൗൺ ഹാൾ 15ൻ്റെ ട്രൂപ്സ് വെച്ചിട്ട് മാക്സ് അടിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ടൗൺ ഹാൾ 16 ബേസ്. ഓക്കെ, ആദ്യം നമുക്ക് വാൾക്കേറിയനെ ഇറക്കി അത് ക്ലിയർ ചെയ്യാം. ഒരു വാൾക്കേറിയനെ ഇറക്കി, പിന്നെ ട്രൂപ്സ് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സ്കെൽട്ടൺ സ്പെല്ലിടാം. അതിന് പുറകെയായിട്ട് റൂട്ട് റൈഡേഴ്സിനും പിന്നെ വാൾക്കേറിയൻസിനും അതോടൊപ്പം ഹീറോസിനെ എല്ലാം 3 ഹീറോസിനെ ഇറക്കുക. അതിൻ്റെ പുറകിലായി 2 ഡ്രൂയിഡ്സിനെയും ഇറക്കുക. അപ്പോൾ നമ്മുടെ ട്രൂപ്സിൻ്റെ ഒന്ന് ലൈഫ് കുറയാണ്ട് ഡ്രൂയിഡ്സ് നോക്കിക്കൊള്ളും. അതിനുശേഷം ഇവിടെ നമ്മുടെ CC അൺലോഡ് ചെയ്യുക. അതിന് മുമ്പ് ഇവിടെ സ്കെൽട്ടൺ സ്പെല്ല് ഇട്ടുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ആ ട്രൂപ്സിൻ്റെ ഏരിയാസിലൊക്കെ റേഞ്ച് സ്പെല്ല് ഡിപ്ലോയ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അറ്റാക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു റേഞ്ച് സ്പെല്ലും കൂടിയും ഇടാം ട്രൂപ്സിൻ്റെ അവിടെ. ഓക്കെ, CCന്ന് വാൾക്കേറിയൻ ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് സെക്ഷൻ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ക്യൂവിൻ്റെ എബിലിറ്റി ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. Okay, we are going to get 3 star on this base. ഓക്കെ, ക്യൂൻ മാത്രമേ ബാക്കിയുള്ളൂ. ക്യൂവിൻ്റെ എബിലിറ്റി യൂസ് ചെയ്യാൻ പോവുകയാണ്. യെസ്, അറ്റ് ലാസ്റ്റ് വി ഗോട്ട് 3 സ്റ്റാർ. നമ്മൾ ട്രൂപ്സ് യൂസ് ചെയ്തത് ഇതാണ്: 10 വാൾക്കേറിയനും 8 റൂട്ട് റൈഡേഴ്സും പിന്നെ 5 ഡ്രൂയിഡും. പിന്നെ നമ്മൾ സ്പെല്ലായിട്ട് യൂസ് ചെയ്തത് 4 റേഞ്ച് സ്പെല്ലും 3 സ്കെൽട്ടൺ സ്പെല്ലും പിന്നെ CCയുടെ ഉള്ളിൽ ഒരു പോയിസൺ സ്പെല്ലും പിന്നെ ഒരു ഓവർ ഗ്രോത്ത് സ്പെല്ലും പിന്നെ ട്രൂപ്സായിട്ട് 6 വാൾക്കേറിയനും 2 ആർച്ചർ ട്രൂപ്സും. ഓക്കെ, നമുക്കിനി അടുത്തതായിട്ട് ഈ ഒരു ടൗൺ ഹാൾ 16 ബേസ് എങ്ങനെ ഈ ട്രൂപ്പ് വെച്ചിട്ട് 3 സ്റ്റാർ അടിക്കണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനായി ആദ്യം നമുക്ക് ഈ ഒരു ഏരിയയിൽ ക്യൂനും കിങ്ങും നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ നമുക്കൊരു സ്കെൽട്ടൺ സ്പെല്ലിട്ടിട്ട് നമുക്ക് നമ്മുടെ റൂട്ട് റൈഡേഴ്സിനും അതിന് പുറകെയായി നമ്മുടെ CCയും പിന്നെ വാൾക്കേറിയൻ ട്രൂപ്പും ഹീറോസും പിന്നെ അതിൻ്റെ കൂടെ 3 ഡ്രോയിഡും അതിൻ്റെ കൂടെ നമ്മുടെ വാർഡൻ്റെ എബിലിറ്റി യൂസ് ചെയ്യുക. ഡ്രോയിഡ് ട്രൂപ്പ് ഒരിക്കലും നമ്മളെല്ലാം ഒരുമിച്ച് ഇറക്കാൻ പാടില്ല, കാരണം അത് ലൈഫ് നമുക്ക് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ലൈഫ് കുറയുന്നതനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോന്നിനെ ഇറക്കാൻ. സോ റേഞ്ച് സ്പെല്ല് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക. ട്രൂപ്സ് എവിടെയാണ് കൂടുതലുള്ളത് അവിടെ റേഞ്ച് ഇടുക. ഇവിടെ ഇപ്പോൾ കണ്ട ഞാൻ ഒരു ഡ്രോയിഡിനെ ഈ വാൾക്കേരിയസിൻ്റെ ഒപ്പം ഇറക്കി. അപ്പോൾ എന്താ, അവരെ ലൈഫ് കുറയാണ്ട് ആ ഡ്രോയിഡ് നോക്കിക്കൊള്ളും. ഞാൻ ക്യൂവിൻ്റെയും
റോയൽ ചാമ്പിൻ്റെ എബിലിറ്റി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കിയറിയാം ഡ്യൂറോയിഡിൻ്റെ ലൈഫ് കഴിയുമ്പോൾ അവരൊരു ബിയറായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. എന്നിട്ട് അത് ഓരോ ഡിഫൻസിനെയും പോയി അറ്റാക്ക് ചെയ്യും. ഹീറോസിൻ്റെ എബിലിറ്റീസ് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് യൂസ് ആക്കാവുന്നതാണ്. യെസ്, ഇതും 3 സ്റ്റാർ തന്നെയാണ്. ഓക്കെ, ലാസ്റ്റായിട്ട് ഈ ഒരു ബേസ് നമുക്ക് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്ത് 3 സ്റ്റാർ അടിക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഓവർ ഗ്രോത്ത് സ്പെല്ല് ഈ ടൗൺ ഹാളിൻ്റെ മുകളിലായിട്ടിടാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു സ്കെൽട്ടൺ സ്പെല്ല് ഡിപ്ലോയ് ചെയ്തിട്ട് അതിന് പുറകെ ആയിട്ട് നമുക്ക് നമ്മുടെ റൂട്ട് റേഡിയേഴ്സിനെയും വാൾക്കറീസിനെയും ഇറക്കാം. ഇവിടെ നമ്മൾ CC ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകെ ഹീറോസിനെയും പിന്നെ ഒരു 3 ഡ്രോയിഡിനെയും അതിൻ്റെ പുറകെ ഇറക്കുക. റേഞ്ച് സ്പെല്ല് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റേഞ്ച് സ്പെൽസ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ട്രൂപ്സ് കൂടുതലുണ്ടാവാനും അതിൻ്റെ അറ്റാക്ക് ഭയങ്കര വേഗത്തിലാകാനും അത് സഹായിക്കും. അവസാനത്തേക്ക് റേഞ്ച് സ്പെല്ല് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടൗൺ ഹാൾ ഡിഫെൻഡ് ചെയ്തു. യെസ്, ഡ്യൂറോയിഡ് ഉള്ളതുകൊണ്ട് ടൗൺ ഹാളിൻ്റെ ആ പോയിസൺ സ്പെല്ല് നമ്മുടെ ട്രൂപ്സിനെ ഏൽക്കില്ല. ഓക്കെ, ക്യൂവിൻ്റെ എബിലിറ്റി മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ക്യൂവിൻ്റെ എബിലിറ്റി നമുക്ക് യൂസ് ആക്കാം. ഓക്കെ, ഇതും 3 സ്റ്റാർ അടിച്ചിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് ടൗൺ ഹാൾ 15ൻ്റെ ട്രൂപ്സ് വെച്ചിട്ട് ടൗൺ ഹാൾ 16 ഡിഫെൻഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും അറ്റാക്കിംഗ് സ്ട്രാറ്റജി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.